കേന്ദ്ര ബജറ്റിനെതിരെയുള്ള വലിയ രോഷപ്രകടനമാണ് കേരളത്തിലുടനീളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര നയത്തിനെതിരായി ജനങ്ങൾ വിവിധ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുകയാണ്. കരിങ്കൊടി ഉയർത്തിക്കൊണ്ട് പ്രകടനം നടത്താൻ ഉൾപ്പെടെ ഇപ്പോൾ ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെയുള്ളവർ തയ്യാറാവുന്നു. കേരളത്തെ പൂർണ്ണമായിട്ടും അവഗണിച്ച ഈ ബജറ്റിനെതിരെ വലിയ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വരുമ്പോൾ ഈ അവഗണനയ്ക്കെതിരായി കാര്യമായ ഒരു പ്രതിഷേധവും പാർലമെൻറ്റിൻ്റെ അകത്തോ പുറത്തോ നടത്തുന്നതിന് കേരളത്തിലെ UDF, കോൺഗ്രസും ലീഗും ഉൾപ്പെടെയുള്ള വിഭാഗം തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ബജറ്റ് ദിനത്തിലെ സാധാരണ പ്രതികരണത്തിനപ്പുറം BJPയെ ശക്തിയായിട്ട് എതിർക്കാനോ കേരളത്തിലെ മാധ്യമങ്ങൾ കാട്ടിയ രീതിയിലെങ്കിലും ശക്തിയായി വിമർശനം ഉന്നയിക്കാനോ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിട്ടില്ല എന്നുള്ളത് ശരിയാണ്. സംസ്ഥാന സർക്കാരാണ് ഈ അവഗണനയ്ക്ക് പിന്നിൽ എന്ന കണ്ടെത്തലാണ് ലീഗ് മുന്നോട്ടേക്ക് വെച്ചത്. എന്ന് പറഞ്ഞാൽ BJPയെയും BJP ഗവൺമെൻറ്റിനെയും വിമർശിക്കാനില്ല എന്ന കൃത്യമായ തീരുമാന പ്രഖ്യാപനമാണ് കുഞ്ഞാലിക്കുട്ടി നടത്തിയത്. കേന്ദ്ര ബജറ്റിലെ അവഗണനയെക്കുറിച്ച് ഒന്നും പറയാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമസഭയിൽ തന്നെ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് അവർ കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായിട്ട് പറയുന്നതിനപ്പുറത്ത് ഈ വിഷയം പറയാനേ തയ്യാറില്ല അസംബ്ലിയിൽ എന്നുള്ളതാണ് അവരുടെ നിലപാട്. എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ BJPയെ സഹായിക്കുക എന്നുള്ളതാണ് UDFൻ്റെ അടിസ്ഥാനപരമായ സമീപനം. BJP ആണെങ്കിൽ കേരളത്തെ പരിഹസിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. കേരളത്തെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഒന്നും നൽകുന്നില്ല എന്ന് മാത്രമല്ല, ആകെ ആമമുട്ടയും മാത്രം നൽകിയിട്ട് അതിൻ്റെ പരിപാടി മാത്രം പറഞ്ഞിട്ട് കേരളത്തെ അപമാനിച്ചതിന് പുറമെ നമുക്കെതിരായി BJPയും BJP മന്ത്രിമാരും ശക്തിയായിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിന് വാരിക്കോരി കൊടുത്തു എന്ന്. അതാണ് വലിയ വിചിത്രമായ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത്. വാരിക്കോരി കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. റെയിൽവേ മന്ത്രിയാണെങ്കിൽ കൂടുതൽ പരിഹാസ്യമായ രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ശ്രീധരൻ്റെ അതിവേഗ റെയിൽപാത കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരമുണ്ടോ എന്ന ചോദ്യം ഇന്നലെ പത്രക്കാരനെ ഞങ്ങളോടൊക്കെ ചോദിച്ചതാണ്. ഉണ്ടോ എന്ന ചോദ്യം റെയിൽവേ വകുപ്പ് മന്ത്രിയോട് തന്നെ ചോദിക്കുകയുണ്ടായി. എന്നാൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അതിനും മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല. കേരളത്തിന് അതിവേഗ പാത അനിവാര്യമാണെന്ന് പറയാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി തയ്യാറാണോ എന്ന ചോദ്യത്തിനും എത്രയോ കാലമായി കേരളം പറയുന്നതല്ലേ, എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്ന ചോദ്യത്തിനും അനിവാര്യമായ അതിവേഗ പാതക്ക് അനുമതി നൽകുന്നില്ല എന്ന പരാതി ഉന്നയിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അത്ര അതിവേഗ പാത കേരളത്തിൽ വേണമെന്നില്ല എന്നാണ് മന്ത്രി പ്രതികരിച്ചത്. അപ്പോൾ പറഞ്ഞു ദക്ഷിണേന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഈ അതിവേഗ പാത കോറിഡോർ ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത്ര വേണ്ടതില്ല എന്ന നിലയാണ് കേരളത്തെ സംബന്ധിച്ച്. എന്ന് പറഞ്ഞാൽ പരമാവധി അവമാനിക്കുക എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചുള്ള സ്ഥിതി. ശ്രീധരൻ ഇപ്പോൾ ഇന്നലെയാണ് പൊന്നാനി ഇതിൻ്റെ ഓഫീസ് തുടങ്ങുമെന്ന് പറഞ്ഞു. അത് സ്വാഭാവികമായിട്ടും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗം എന്നല്ലാതെ ഇന്നലെ പോലും അതിനെപ്പറ്റി ഒരക്ഷരം പറയാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി പോലും തയ്യാറാവാത്ത കാര്യത്തിൽ സ്വാഭാവികമായിട്ടും ശ്രീധരൻ്റെ പരിപാടിക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രി അല്ലെങ്കിൽ ഗവൺമെൻറ് അംഗീകാരം നൽകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഇരട്ട ചുങ്ക പ്രശ്നത്തിൻ്റെ മേലെ ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രതികരണമൊന്നും കാര്യമായിട്ട് വന്നില്ലെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ പറഞ്ഞത് റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തി എന്നാണ്.
യഥാർത്ഥത്തിൽ ആദായകരമായിട്ടുള്ള എണ്ണ ലഭിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. അതുകൊണ്ടാണ് കമ്പനികൾ റഷ്യക്ക് വേണ്ടി ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ റഷ്യയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഞങ്ങൾ റഷ്യയോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ ധരിക്കുകയും വേണ്ടത്. കാരണം റഷ്യ മുതലാളിത്ത റഷ്യ തന്നെയാണ്, അല്ലാണ്ട് പഴയ സോവിയറ്റ് റഷ്യൊന്നുമല്ല, മുതലാളിത്ത റഷ്യ തന്നെയാണ്. ആ റഷ്യയിൽ നിന്ന് നമുക്ക് ക്രൂഡ് ഓയിൽ ചുരുങ്ങിയ വിലക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇന്ത്യയിലെ മുഴുവൻ ഉപഭോക്താക്കൾക്കും ചുരുങ്ങിയ വിലക്ക് തന്നെ, ഒരു ടാക്സ് എല്ലാം ചുമത്തിയിട്ടാണ് വലിയ ഇരട്ടി വില ഈടാക്കുന്നത്, ചുരുങ്ങിയ വിലക്ക് തന്നെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ട്രംപ് നിർബന്ധിച്ചിരിക്കുകയാണ്, ഒരു തരത്തിലും അവിടെ നിന്ന് വാങ്ങാൻ പാടില്ല. ഇപ്പോൾ അവർ പിടിച്ചെടുത്ത പ്രദേശം പോലെ കൈകാര്യം ചെയ്യുകയാണ് വെനസ്വേലൻ എണ്ണ. അതുകൊണ്ട് അമേരിക്കയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും മാത്രമേ എണ്ണ വാങ്ങാൻ പാടുള്ളൂ എന്ന വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തെ തുടർന്ന് ഇപ്പോൾ ട്രംപ് പറയുന്നത് മോഡി ഗവൺമെൻറ് അത് സമ്മതിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോഴും കരാറിൻ്റെ ഭാഗമായിട്ട് ഈ ഇരട്ട ചുങ്കവുമായിട്ട് ബന്ധപ്പെട്ട കരാറിൽ പത്രങ്ങളിലൊക്കെ കാണുന്നത് വളരെ വിചിത്രമായ കാര്യമാണ്. നമ്മുടെ 18% ടാക്സ് നിലനിർത്തിക്കൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുമ്പോൾ 18% ചുങ്കം അംഗീകരിച്ചുകൊണ്ട്, മുമ്പ് 3% ഉണ്ടായിരുന്നുള്ളൂ, അതാണ് പിന്നീട് 10 ഇപ്പോൾ 18 ആക്കിയത്. അത് 50 വരെ ചിലതിന് എത്തിച്ചതാണ്. എന്നാൽ ഇപ്പോൾ വളരെ വിചിത്രമായ മറ്റൊരു കാര്യം ഇതിൻ്റെ ഭാഗമായിട്ട് പുറത്തു വന്നത്, അമേരിക്കൻ ചരക്കുകൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ 0 ആണ്, ഒരു ചുങ്കവും ചുമത്താൻ പാടില്ല. നമ്മുടെ ചുങ്കം 18 അവർ നിജപ്പെടുത്തുക, അവരിങ്ങോട്ടേക്ക് ഇവിടെ ഇറക്കുമതി ചെയ്യുമ്പോൾ ആ ഇറക്കുമതിയുടെ ഭാഗമായിട്ട് നമ്മളൊന്നും ഒരു നയാ പൈസ പോലും ചുങ്കം വാങ്ങാൻ പാടില്ല എന്നതിൽ ഒപ്പിട്ടു എന്നാണ്, അല്ലെങ്കിൽ ഒപ്പിടാൻ പോകുന്നു എന്നാണ് കരാറിനെ സംബന്ധിച്ചിടത്തോളം പുറത്തു വന്ന വിവരങ്ങൾ വെച്ച് പറയാനുള്ളത്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു കാര്യം, മാതൃഭൂമിയുടെ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ചർച്ചയിൽ 3 പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞങ്ങൾ 3 ആൾ പങ്കെടുത്തു. CPM-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാനായിരുന്നു, BJP-യെ പ്രതിനിധീകരിച്ചുകൊണ്ട് കെ സുരേന്ദ്രനാണ്, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയുന്നത് പോലെ സണ്ണി ജോസഫായിരുന്നു. അതിൽ ഒരുപാട് ചർച്ച, ഈ മറ്റത്തൂർ പ്രശ്നമൊക്കെ ചർച്ച ചെയ്ത് വന്ന ഘട്ടത്തിൽ 4 സീറ്റ് കിട്ടിയിട്ട് ഭരിക്കുന്നില്ലേ എന്നാണ് യഥാർത്ഥത്തിൽ ഒരു ചോദ്യമായിട്ട് വന്നത്. അപ്പോൾ UDF ജയിച്ചാലും BJP-ക്ക് ഭരിക്കാനാവും എന്നതിൻ്റെ സാമ്പിളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് മറ്റത്തൂരാണ്. വളരെ ചെറിയ സീറ്റ് കിട്ടിയാലും ഞങ്ങൾക്ക് ഭരിക്കാം എന്ന് പറഞ്ഞാൽ 8 UDF-കാർ BJP-യോടൊപ്പം ചേർന്നു, രാജിവെച്ചിട്ട്, കോൺഗ്രസിന് രാജിവെച്ചിട്ട് UDF-ൻ്റെ ഭാഗത്ത് ചേർന്നു. എന്നിട്ട് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും അവർ തന്നെയായി ഈ പിന്തുണയോടുകൂടി. ഇതാണ് ചൂണ്ടിക്കാണിച്ചത്. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചതല്ല, സുരേന്ദ്രൻ തന്നെ പറഞ്ഞ 4 സീറ്റ് കിട്ടി ഭരിക്കുന്നില്ലേ എന്നാണ് മറ്റത്തൂരിൻ്റെ മറുചോദ്യമായിട്ട് ചോദിച്ചത്. അതിൻ്റെ അർത്ഥം പരസ്യമായിട്ട് കെ സുരേന്ദ്രൻ പറയാൻ ശ്രമിച്ചത് പിന്നീട് ഇതിൻ്റെ ഭാഗമായിട്ട് വന്ന ചോദ്യത്തിൻ്റെ കൃത്യതയോടുകൂടിയുള്ള മറുപടി പറയുമ്പോഴാണ് മനസ്സിലാകുന്നത്. 35 സീറ്റ് കിട്ടിയാൽ ഭരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ 35 സീറ്റ് കിട്ടിയാൽ ഭരിക്കും എന്നുള്ളതിന് എന്താ പ്രയാസം എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ അർത്ഥം UDF-കാരെ മറ്റത്തൂർ മോഡലിൽ ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഭരിക്കുമെന്നല്ലേ പറയുന്നതിൻ്റെ അർത്ഥം. അതിന് ഒരക്ഷരം പറയാൻ KPCC പ്രസിഡന്റ് അപ്പോൾ തയ്യാറായുമില്ല. അപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ അപകടകരമായ ഒരു കാര്യം ഞാൻ പറയുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള അവരുടെ ബന്ധം അതേപോലെ തന്നെ തുടരുകയാണ്. അതിനു പുറമെ RSS-ഉം BJP-യുമായിട്ടുള്ള രഹസ്യ ബാന്ധവത്തിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് എന്ന് തുറന്നു പറഞ്ഞ സുരേന്ദ്രൻ്റെ നിലപാടിൻ്റെ ഒപ്പം ഒരക്ഷരം മറുത്തു പറയാതെ സണ്ണി ജോസഫിൻ്റെ സമീപനം കൂടി ചേർന്ന് വരുമ്പോൾ ഇത് ഗൗരവത്തോടു കാണേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇത് മറ്റത്തൂരിൻ്റെ മാത്രാനുഭവമല്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് 41 മണ്ഡലങ്ങളിൽ BJP ജയിച്ചത് കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടിയാണ്. അവിടെ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോയി. 1000-ൽ കുറവ് വോട്ട് മാത്രമേ അവിടെ UDF-ന് ലഭിച്ചുള്ളൂ എന്നുള്ളത് കൂടി കാണുമ്പോഴാണ്
നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ഇതുപോലെ BJP വിവിധ മേഖലയിൽ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി പരസ്പരം അധികാരത്തിലേക്ക് വരുന്ന സ്ഥിതി പഞ്ചായത്തിലും പിന്നെ അതിൻ്റെ പ്രത്യേക കമ്മിറ്റികൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ മേഖലയിലും ഉണ്ടായി എന്ന് നമുക്ക് കാണാൻ കഴിയും. നേമം നിയോജക മണ്ഡലത്തിൽ 2016 BJP ജയിച്ചപ്പോൾ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോയി. അവിടെ BJPക്ക് ജയിക്കാൻ കിട്ടി, ഒരു സീറ്റ് കിട്ടി. പിന്നീട് അവിടെ വീണ്ടും എന്ന് പറഞ്ഞാൽ 3-ാം സ്ഥാനത്തേക്ക് പോയി എന്ന് മാത്രമല്ല 13,860 വോട്ട് മാത്രമേ കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളൂ. കെട്ടിവെച്ച കാശ് പോയി. അവിടെ പിന്നീട് മത്സരിച്ചപ്പോൾ കോൺഗ്രസിന് 30,000-ലധികം വോട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ വോട്ടില്ലായിട്ടല്ല, വോട്ടും മറച്ച് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അവിടെ തൃശ്ശൂരിൽ തന്നെയാണ് 2024 ഇപ്പോൾ സംഭവിച്ചത്. കോൺഗ്രസിൻ്റെ 86,000 വോട്ടാണ് കുറഞ്ഞത്. അവർ 3-ാം സ്ഥാനത്തേക്ക് പോയി. BJP 74,000 വോട്ടിന് ജയിക്കുന്ന സ്ഥിതിയുണ്ടായി. അതിൻ്റെ കൃത്രിമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുകയല്ല. അപ്പോൾ BJPയെ അക്കൗണ്ട് തുറക്കാൻ പ്രേരിപ്പിക്കുന്നതും സഹായിക്കുന്നതും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സാണ് എന്ന കാര്യം പകൽ വെളിച്ചം പോലെ വ്യക്തതയുള്ളപ്പോൾ ഇവിടെ CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ടാണ് BJP ബന്ധപ്പെടുന്നത് എന്ന കാര്യം പച്ചക്കള്ളം, ശുദ്ധ അസംബന്ധം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടി പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. പൊതുവായിട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ എന്താ നിങ്ങൾ പറയണമെന്ന് പറയും, ഇല്ലെങ്കിൽ നമുക്ക് ഈ ആരെ ആരെ ആരോപണം ഇത് പറയുന്നു? പ്രതിപക്ഷ നേതാവിൻ്റെ അത് ഞാൻ പറയാം ആരോപണം. അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പോ മന്ത്രിസഭയോ അല്ല SITയെ തീരുമാനിച്ചത്. SITയെ തീരുമാനിക്കണം എന്ന് പറഞ്ഞത് CPIM ആണ്. ആദ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞു SIT വേണം, പ്രത്യേക അന്വേഷണ സംഘം വേണം. കാരണം അവിടെ അന്വേഷിച്ചുകൊണ്ടിരുന്നത് വിജിലൻസ് ആയിരുന്നു. വിജിലൻസ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെയുള്ള ശബരിമലയിൽ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായിട്ടുള്ള വിജിലൻസാണ്. ആ വിജിലൻസ് അന്വേഷണം പോരാ, വിശദമായ അന്വേഷണം വേണം. അങ്ങനെ അന്വേഷണം വേണമെന്ന് തീരുമാനിച്ചപ്പോൾ ഹൈക്കോടതിയുടെ കീഴിലായിരിക്കണം അന്വേഷണം. അത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞു. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമെന്നുള്ളത് കൊണ്ടാണ് ആദ്യം ഞങ്ങൾ പറഞ്ഞത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ SIT അന്വേഷണം പോകണം. ആ അന്വേഷണം പോകണമെന്ന് ഞങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് അന്വേഷണം വന്നതിനെ സ്വാഗതം ചെയ്തു. ഞങ്ങൾ സ്വാഗതം ചെയ്തു. UDFകാർ ആദ്യം അങ്ങനെ സ്വാഗതം ചെയ്തില്ല. പിന്നെ CBI വേണം എന്നെല്ലാം പറഞ്ഞു. അവസാനം അത് അന്വേഷണം മുന്നോട്ടേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു SIT അന്വേഷണം മതി. അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ 2019 പിന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ചു. 2017 കുടിമരം മാറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. കുടിമരം മാറ്റുമ്പോഴുണ്ടായ പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന്, ചെതലൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലാത്തൊരു പ്രതലമാണ് കുടിമരത്തിൻ്റെ പ്രതലം. നല്ല സിമെൻറ്റിട്ടതറിയാം, ഒരു തരത്തിലും ചെതൽ അരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇല്ലാതെ ചെതലരിച്ചു എന്ന് പറഞ്ഞിട്ട് കുടിമരം മാറ്റാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിൽ എന്തായിരുന്നു എന്നുള്ളത് കണ്ടെത്താൻ SITയോട് കോടതി തന്നെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ വന്നു വാജി വാഹനം 10.5 കിലോ ഭാരമുള്ള നമ്മൾ സാധാരണ പറയാം പഞ്ചലോഹ
കൂട്ടാണ്, അതിനെ സ്വർണം പൊതിഞ്ഞതാണ്. എത്രയായിരിക്കും അതിൻ്റെ മൂല്യം? ആർക്കും കണക്കാക്കാൻ സാധിക്കുന്നതല്ല. അത്ര മൂല്യമുള്ള ഈ പറയുന്ന സാധനം ഒരു തരത്തിലുള്ള നിയമവാഴ്ചയും അംഗീകരിക്കാതെ തന്ത്രിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അന്ന് കോൺഗ്രസിൻ്റെ ദേവസ്വം ബോർഡാണെന്ന് കണ്ടോളണം, കൊടുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം എടുത്തുകൊണ്ടുപോയി. അതിപ്പോൾ തിരിച്ചുകൊണ്ട് വന്നു. അത് പോലീസ് കണ്ടെടുത്തു. മാത്രമല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കൊടിമരം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തിയാണ് അതിൻ്റെ സ്പോൺസർഷിപ്പ് പൂർണ്ണമായിട്ടും ഏറ്റെടുത്ത് നിർമ്മിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അതിന് പണം പിരിച്ചു. ഏതാണ്ട് 3 കോടി രൂപ പിരിച്ചു. അതിന് സ്വർണം പിരിച്ചു. എത്രയാണ് സ്വർണമെന്ന് അപ്പവും കണക്കാക്കിയിട്ടില്ല. അപ്പോൾ ആ സ്വർണവും ഈ പണവും എവിടെ? ഈ വാജി വാഹനം കൊടുക്കാൻ പാടില്ലാത്തത് കൊടുത്തത് എന്തുകൊണ്ട്? അതിൻ്റെ ഭാഗമായിട്ട് ലഭിച്ച തുക എത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൂടി അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. 10 കൊല്ലത്ത് ഇത് മാത്രം പോരാ, 10 കൊല്ലം പിന്നോട്ടേക്കും അന്വേഷിക്കണമെന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിലാണ് വളരെ ഗൗരവമുള്ള മറ്റൊരു പ്രശ്നം ഉന്നയിക്കപ്പെട്ടത്. സാധാരണ രീതിയിൽ ആർക്കും കാണാൻ സാധിക്കാത്ത സോണിയാഗാന്ധി അവരനുവാദം കൊടുക്കാറില്ല, കരുണാകരന് പോലും കൊടുത്തിട്ടില്ല മുമ്പ്. അങ്ങനെയുള്ള സോണിയാഗാന്ധിയെ കാണാൻ ഈ കേസിലെ ഏറ്റവും മുഖ്യപ്രതി, എല്ലാവർക്കും അറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റി, അദ്ദേഹം ഈ സ്വർണം മുഴുവൻ കൊണ്ടുപോയിട്ട് കൊടുത്തു എന്ന് പറയുന്ന ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി, ഇവർ രണ്ടുപേരും കോൺഗ്രസിൻ്റെ പ്രമുഖ 2 നേതാക്കന്മാർ. ഒന്നിപ്പോഴത്തെ UDFൻ്റെ കൺവീനർ അടൂർ പ്രകാശ്, ഇപ്പോൾ MP ആണ്. അന്ന് അവിടുത്തെ MP ആൻഡോ ആൻ്റണി, ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ്, കോൺഗ്രസ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ എന്തിന് സോണിയാഗാന്ധിയെ കണ്ടു എന്ന ചോദ്യവും ഉന്നയിക്കപ്പെട്ടു. ഇന്നേ വരെ ആരും മറുപടി കണ്ടില്ല. ചിലർ പ്രയാർ ഗോപാലകൃഷ്ണനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം മരിച്ചുകൊണ്ടാണ്. പ്രയാർ ഗോപാലകൃഷ്ണനാണോ MP-മാരുൾപ്പെടെ ഉള്ളപ്പോൾ സോണിയാഗാന്ധിയുടെ രീതി വാങ്ങുക? അപ്പോൾ വലിയ രീതിയിൽ എന്തോ മറച്ചു വെക്കാനുണ്ട് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങൾ ധരിക്കുന്ന സന്ദർഭം വന്നതോടുകൂടി SIT അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തർക്കം പറയാൻ തുടങ്ങി. അത് അവരെ ബാധിച്ചപ്പോഴാണ്. പിന്നെയോ കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് കുറേയും കൂടി ചിത്രം വ്യക്തമാകുന്ന രീതിയിൽ. എല്ലാവർക്കും നല്ല വ്യക്തതയുണ്ട്, ഒരു വ്യക്തതയില്ലായ്മയില്ല. വ്യക്തത വരുന്ന രീതിയിൽ തന്ത്രി പിടിക്കപ്പെട്ടു. തന്ത്രിയെ പിടിക്കപ്പെട്ടപ്പോൾ എന്താ ഉണ്ടായേ? തന്ത്രിയുടെ വീട്ടിലേക്കല്ലേ അദ്ദേഹത്തിൻ്റെ താമസം, അതിന് വീടെന്നാ പറയാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ വാസസ്ഥലത്തേക്കല്ലേ, ഞാൻ അങ്ങനെയാണ് പറയുന്നത്, വാസസ്ഥലത്തേക്കല്ലേ BJP-കാരുടെ ഒഴുക്ക്. അതോടുകൂടി BJP-കാർക്കും മനസ്സിലായി അവരുടെ ഈ നേരെയാണ് വരുന്നത്. അപ്പോൾ BJP-ക്ക് നേരെ വരുന്നു, കോൺഗ്രസ്സിന് നേരെ വരുന്നു. 10 കൊല്ലം ഇങ്ങോട്ടുള്ളത് മാത്രമല്ല, 10 കൊല്ലം അങ്ങോട്ടുള്ളത് കൂടി കാണേണ്ടതുണ്ട്. അപ്പോൾ കൊടിമരം മാറ്റിയത് ഉൾപ്പെടെ, വാജി വാഹനം ഉൾപ്പെടെ എല്ലാം ചർച്ച ചെയ്യപ്പെടും. പിരിച്ച പണം എവിടെ എന്നുള്ളതിന് ഒരു വ്യക്തതയില്ല, പിടിച്ച സ്വർണ്ണം എവിടെ എന്നുള്ളതിന് ഒരു വ്യക്തതയില്ല. ഇതെല്ലാം കോൺഗ്രസിൻ്റെ ഭരണകാലത്താണ് എന്ന് വന്നപ്പോഴല്ലേ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറഞ്ഞ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പദമാണ് ഉപയോഗിക്കുന്നത്, ശുദ്ധ അസംബന്ധമാണ്. ഞങ്ങൾ അന്നും ഇന്നും ഒരേ കാര്യമാണ് പറഞ്ഞത്. ഞങ്ങൾ അന്നും മാറ്റി പറഞ്ഞിട്ടില്ല, ഇന്നും മാറ്റി പറഞ്ഞിട്ടില്ല. സ്വർണം, ഒരു തരി സ്വർണം അയ്യപ്പൻ്റെ നഷ്ടപ്പെടാൻ പാടില്ല. അതോടൊപ്പം ആരാണോ ഉത്തരവാദി അവരെ എല്ലാം പിടിക്കണം. ആരെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനോ പാർട്ടിക്കോ ഇല്ല, ഞങ്ങൾക്കാർക്കും ഇല്ല. ഇത്രയും കാര്യം ഉറപ്പായിട്ട് ഞങ്ങൾ പറഞ്ഞാണ്. അപ്പോൾ ഇപ്പം മാറ്റി പറയുന്നത്, അവസരവാദപരമായ നിലപാട് സ്വീകരിക്കുന്നത് കോൺഗ്രസ്സാണ്, അതുപോലെ BJP-ആണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരികയും ഉത്തരം കിട്ടാതെ ചോദ്യം അവരുടെ മുന്നിൽ ഉയർന്നു വരികയും ചെയ്തപ്പോൾ അവരാണ് ഈ നിലപാട് സ്വീകരിക്കുന്നത്. ഞങ്ങൾക്ക് അതിൽ യാതൊരു വ്യത്യാസമില്ല, നിലപാട് വളരെ കൃത്യമാണ്, ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനുമില്ല. അതാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യം വ്യക്തമാക്കാനുള്ളത്. ഇപ്പോൾ മാധ്യമങ്ങൾക്കൊന്നും പണ്ടത്തെ പോലെ ഒരു ഉഷാറില്ല. എന്തായിരുന്നു നിങ്ങളുടെയെല്ലാം നിലപാട്? കേരളത്തിലുടനീളം പത്രസമ്മേളനം നടത്താനേ പറ്റാത്ത അവസ്ഥയായിരുന്നല്ലോ. എന്താ ചോദ്യം? ഇപ്പോൾ ചോദ്യവുമില്ല, ഉത്തരവുമില്ല. കാരണം ഞങ്ങൾ ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ്, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഞങ്ങൾക്ക് മാറ്റി പറയേണ്ട കാര്യമൊന്നുമില്ല. മാറ്റി പറയുന്നത് UDF-ഉം അതുപോലെ തന്നെ BJP-യാണ്. ശബരിമല കൊള്ളയിലെ ഏറ്റവും പ്രമുഖ സ്ഥാനത്ത് അവരെല്ലാം നിൽക്കുകയാണ്. അതാ സ്ഥിതി.
അതെല്ലാം ജയിലുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിന് കൃത്യമായിട്ട് വരട്ടെ, അന്നേരം തീരുമാനിക്കും. എല്ലാം കോൺഗ്രസ് ആണ്. ആരല്ലാതെ എല്ലാം കോൺഗ്രസുമായി ബന്ധപ്പെട്ട. കോൺഗ്രസ് അല്ലേ KC വേണുഗോപാലനാണ് പോറ്റിയെ കയറ്റിയെ. വേറെ ആരെങ്കിലും അംഗീകരിച്ചിട്ടാണ് നിൽക്കുന്നത്? KC വേണുഗോപാലൻ പോറ്റിയെ കയറ്റിയത്. അപ്പോൾ അയാൾ ജയിലല്ലേ? അല്ല, ഈ പറയുന്ന ആൾ ജയിലല്ലേ? ഈ പറയുന്ന മുരാരി ഉൾപ്പെടെയുള്ള എല്ലാം ജയിലിലാണ്. അവരെല്ലാം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളായിരുന്നു. ഞങ്ങളതൊന്നും പറയാനിട്ടാണ്. അവരെല്ലാം കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരുമാണ് അതാത് മേഖലയിൽ. അങ്ങനെ മാത്രം ഞാൻ പറഞ്ഞില്ലല്ലോ. കോൺഗ്രസ് ഉണ്ടെങ്കിൽ കോൺഗ്രസ് ഉണ്ട്, അതുപോലെ BJP ഉണ്ടെങ്കിൽ BJP ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം വന്ന വളരെ പ്രധാനപ്പെട്ട ഈ വിഭാഗങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് രണ്ടിൽ പെട്ട് തന്നെയാണ്, ഒന്നും പെടാതൊന്നുമല്ല. ഞങ്ങൾ അത് സംബന്ധിച്ച് കൃത്യമായ നിലപാട് അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്. ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ എന്താണ് ചാർജ് ഷീറ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് ആവശ്യമായ നിലപാട് പത്മകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ ഞങ്ങൾ സ്വീകരിക്കും. അതിൽ മറച്ചു വെക്കാൻ ഞങ്ങൾക്കൊന്നുമില്ല. അന്നേ പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയാതെ. അതുകൊണ്ട് അത് പറഞ്ഞിട്ടാണ് കുറേ നടന്നത്. ഇപ്പോൾ അത് പറഞ്ഞാൽ നിങ്ങൾക്കും പറയാൻ സാധിക്കാത്ത അവസ്ഥ വന്നു. ശരി, ഞാനെടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ലല്ല, സോണിയ ഞാൻ മലയാളത്തിൽ ശരിയായ മലയാളത്തിൽ വളരെ നിർത്തി മനസ്സിലാകുന്ന രീതിയിലാണ് പറഞ്ഞത്. ഈ ലോകം മുഴുവൻ കേൾക്കുന്നുണ്ടല്ലോ ഇത്. നിങ്ങൾക്ക് മാത്രം മനസ്സിലാവാതെ എന്താ? അത് ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതാണല്ലോ. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ സുഹൃത്തെ. സോണിയാഗാന്ധിയെ സാധാരണ രീതിയിൽ കാണൽ തന്നെ പ്രയാസം അല്ലേ? ആണോ? നിങ്ങൾ പോയാൽ പറ്റി സോണിയാഗാന്ധിയെ കാണാൻ പറ്റുമോ? അല്ല, നിങ്ങൾ പത്രപ്രവർത്തനാണല്ലോ, കാണാൻ പറ്റുമോ നേരിട്ട്? എന്താ മറുപടി പറയാതെ? എങ്ങനെ പറ്റാൻ? നിങ്ങൾ പോയി നോക്കും, ഒന്ന് പോയി അന്വേഷിച്ച് നോക്കും. ഇതിൻ്റെ നിങ്ങൾക്കെന്താ ജയ്ഹിന്ദ് കൊമ്പുണ്ടോ? ജയ്ഹിന്ദാ? ഏത് പാർട്ടീൻ്റെ? അതെ, കോൺഗ്രസ് പാർട്ടീൻ്റെ ചാനലായതുകൊണ്ട് കരുണാകരൻ കാണാൻ പറ്റില്ല. എന്നിട്ട് വേണ്ടേ നിങ്ങൾക്ക് കാണാൻ കൊമ്പുള്ള ജയ്ഹിന്ദിന്? ഞാൻ വരൂല്ലോ. അതുകൊണ്ടാണ് വേറെ ആൾ കൂട്ടിക്കോ. എന്നെ കൂട്ടുണ്ടോ? വേറെ ആരെങ്കിലും കൂട്ടിക്കോ. നിങ്ങളെ വേറെ ആരെങ്കിലും കൂട്ടി കാണും. എന്നിട്ട് ആകുമ്പോൾ നമുക്ക് അടുത്ത പത്രസമ്മേളനം പറയുമ്പോൾ പറയാം, കാണും. എന്നെ കൂട്ടണ്ട, വേറെ ആരെങ്കിലും കൂട്ടിക്കോ. നിങ്ങൾ കോൺഗ്രസിൻ്റെ നേതാവിനെ കൂട്ടിക്കോ. നേതാവിനെ കൂട്ടിക്കോ. കോൺഗ്രസിൻ്റെ നേതാവിനെ കൂട്ടിയിട്ട് നിങ്ങൾ കാണും. എന്നിട്ട് ഞാൻ കണ്ടു എന്ന് പറ. അതാ കരുണാകരൻ പറഞ്ഞതാണ് ഞാൻ ഉദ്ധരിച്ചത്. കരുണാകരൻ പറഞ്ഞു എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉണ്ട്. പറഞ്ഞാൽ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഞാൻ കൃത്യമായി മലയാളം നിങ്ങൾക്ക് എന്തിനാണ് സോണിയാഗാന്ധി? ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ഒന്നും കൂടി ആവർത്തിക്കാം. മനസ്സിലാവാതെ നിങ്ങളെപ്പോലും രണ്ടാളുണ്ട്. അത് അവർക്ക് വേണ്ടി പറയാം, അല്ല ജനങ്ങൾക്ക് വേണ്ടി പറയാം. ഒന്നും കൂടി പറയാം. ഇതിങ്ങനെയാണ്. സോണിയാഗാന്ധിയെ സാധാരണ രീതിയിൽ കാണാൻ പറ്റില്ല. കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും കാണാൻ സാധിക്കില്ല. എന്നിട്ട് ഇവിടെ ജയിലിന് TV-ൻ്റെ പ്രതിനിധി കാണാൻ കരുണാകരന് പോലും സാധിച്ചില്ല എന്നുള്ളത് കരുണാകരൻ തന്നെ കേരളത്തിൽ വന്ന് പറഞ്ഞതാണ്. അന്ന് മുതലേ അതെ, ഇന്നും അതെ. അങ്ങനെയുള്ള ഒരാളുടെ ആര് കാണാനാണ് തീരുമാനിച്ച് എത്തിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതാണ്. അപ്പോൾ അവരെ കണ്ടതല്ല പ്രശ്നം, അവരെ കാണാൻ അവിടെ എങ്ങനെയാണ് ഈ കൊള്ളക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ കൊള്ള മുതൽ വാങ്ങി എന്ന് ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കുന്ന ബെല്ലാരിയിലെ ഗോവർദ്ധനും രണ്ടാളും കൂടി ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയും മറ്റ് ചിലരുടെയും സാന്നിധ്യത്തിൽ സോണിയാഗാന്ധിയെ കാണാൻ അനുവാദം നൽകി വാങ്ങിയത് ആരാണ് എന്നാണ് ചോദിച്ചത്. ആ ചോദ്യത്തിന് ഇന്നേ വരെ അവർ മറുപടി പറഞ്ഞില്ല. നിങ്ങൾക്കെതിരെ ഇത്ര ധൃതി മറുപടി പറയാൻ? അവരാരും പറഞ്ഞില്ല മറുപടി ഇന്നേ വരെ. കോൺഗ്രസ്സുകാരും പറഞ്ഞില്ല. അതിൽ അടൂർ പ്രകാശ് ഉണ്ടല്ലോ, അതിൽ ആന്റോ ആന്റണി ഉണ്ടല്ലോ, MP. 2 MP-മാരാണല്ലോ ഇപ്പോഴും. അവർ പറയാത്ത കാര്യം നിങ്ങൾക്കെതിരെ ഇത്ര വലിയ തിരക്കോടുകൂടി അവരെ ന്യായീകരിക്കാൻ പുറപ്പെടുന്നത്? പിന്നെന്താ? അങ്ങനെ ബാലിശമായ ചോദ്യത്തിനും ബാലിശമായ ഉത്തരവൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സോണിയാഗാന്ധിയെ കണ്ടതിനെ പറ്റിയാണ് പറഞ്ഞത്. ഈ 2 കള്ളന്മാർ, പെരുങ്കള്ളന്മാർ എന്തിനാണ് സോണിയാഗാന്ധിയെ കാണുന്നത്? അതാണ് എൻ്റെ ചോദ്യം. അതിനാരാണ് അനുവാദം വാങ്ങിക്കൊടുത്തത്? അതെങ്കിലും പറയണ്ടേ? വെറുതെ പോയി കാണുക മാത്രമല്ല, കൈക്കെല്ലാം മറ്റേ ഇതെല്ലാം കെട്ടിക്കൊടുക്കണ്ടായി. അപ്പോൾ അത്ര ഒരു ബന്ധമുണ്ട്. അത് വെറുതെ ഉണ്ടാകുന്നതല്ലല്ലോ. അപ്പോൾ ആംബുലൻസിൻ്റെ ആര്? അതൊരു പൊതുയോഗത്തിൻ്റെ ഭാഗമായിട്ട് ഞാനും നിങ്ങളും എല്ലാം പോകുന്ന സന്ദർഭത്തിൽ വരുന്നതിന് ആരായി ഉത്തരവാദി? എത്ര ബാലിശമായ ചോദ്യ
ഒരു പൊതുയോഗം നടക്കുന്നു. ആ പൊതുയോഗത്തിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി ആ പരിപാടി പങ്കെടുക്കുന്നു. ആ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ എവിടെയോ ഒരു ഭാഗത്ത് ഈ പറയുന്ന പൂച്ചയുണ്ട് എന്നുള്ളതുകൊണ്ട് അതാണ് ഇവിടെ വളരെ വലിയ ചോദ്യമായിട്ട്. ഇത് രണ്ടും രണ്ടല്ലേ? നിങ്ങൾക്ക് ചോദിക്കുന്നതിന് എന്തെങ്കിലും ഒരു വ്യവസ്ഥ വേണ്ടേ? ന്യായമായ ചോദ്യമല്ലേ ചോദിക്കേണ്ടത്? ഒരു പൊതുയോഗത്തിൽ ഒരാൾ പങ്കെടുത്ത യോഗത്തിൽ പിണറായി വിജയൻ പങ്കെടുത്തല്ലോ, പ്രസംഗിച്ചല്ലോ എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യം അത്? അതൊന്നുമല്ല ഇവിടെ കാര്യം. വളരെ പ്രൊട്ടക്റ്റ് ഒന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഈച്ച പോലും കടക്കാൻ അനുവദിക്കാത്ത രീതിയിലുള്ള കൃത്യമായിട്ടുള്ള കാവൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരാളെ കാണാൻ വേണ്ടിയിട്ട് ഈ രണ്ട് പെരുങ്കള്ളന്മാരും ഇപ്പോഴത്തെ രണ്ട് എം പിമാരും അതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും എങ്ങനെ പങ്കെടുത്തു, എങ്ങനെ അവരെ കാണാൻ സാധിച്ചു എന്നുള്ളതല്ലേ ചോദ്യം. ആ ചോദ്യത്തിന് ഇതുവരെ മറുപടി പറഞ്ഞില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ മറുപടി പറയാൻ പറ്റില്ല. നിങ്ങൾ ജയിഹിന്ദിൻ്റെ ഒക്കെ ആളായിരിക്കും, പക്ഷെ പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ മറുപടി പറയാൻ പറ്റാത്തത്. കണ്ടു. അതല്ലേ പരിശോധിക്കേണ്ടത്? അത് പരിശോധിച്ചോട്ടെ. ഞാൻ പറയുന്നില്ല. കണ്ടു എന്നുള്ളതല്ലേ നമ്മുടെ മുമ്പിലുള്ളൂ തെളിവ്. ആ തെളിവല്ലേ ഞാൻ പറഞ്ഞത്. അത് ഒരു പ്രാവശ്യമല്ല, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം. അപ്പോൾ അതെന്തിനാണെന്നുള്ളത് സ്വാഭാവികമായിട്ടും ഉത്തരം പറയേണ്ട കാര്യം ഇത്രയേ പറയേണ്ടുള്ളൂ. ഇന്ന ആവശ്യത്തിനാണ് കണ്ടത് എന്ന് പറയട്ടെ. അത് പരിശോധിച്ചോട്ടെ, അവർ പരിശോധിച്ചോട്ടെ. പരിശോധിച്ചോട്ടെ അവർ. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു എന്ന് പറയണം നിങ്ങൾക്ക്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വാദമെല്ലാം. ഞാനിപ്പോൾ പറയുന്നില്ല, അവർ പരിശോധിക്കട്ടെ. അതാണ് ഞങ്ങളുടെ നിലപാട്. യെസ്. അഖിലേന്ത്യാ നേതാവ് പറഞ്ഞത് തന്നെയാണ്, ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഇവരെന്തിനാണ് പോയതെന്നുള്ള കാര്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. അത് മാത്രം തന്നെ ഞാൻ പറഞ്ഞത്. പിന്നെ പ്രതിയാക്കപ്പെടണോ വേണ്ടിയോ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളല്ല പറയേണ്ടത്, അതായത് SIT ആണ്. അതാ കാര്യം. അതുകൊണ്ടാണ് പറയായിരുന്നത്. പരിശോധിക്കണം. അത്രയും ഞങ്ങൾ പറയുന്നത്. പ്രതിയാക്കണം എന്നുള്ളത് ഇവിടെ ആരും ചോദിച്ചല്ലോ. അതിലൊന്നും ഞാൻ പ്രതിയാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അന്നും പറഞ്ഞിട്ടില്ല, ഇന്നും പറഞ്ഞിട്ടില്ല. അഖിലേന്ത്യാ സെക്രട്ടറിയും പറഞ്ഞിട്ടില്ല. പരിശോധിക്കണം തന്നെയാണ് അന്നും പറഞ്ഞത്, ഇപ്പോൾ അത് തന്നെയാണ് പറയുന്നത്. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട കാര്യമില്ല. ഉടഞ്ഞ അധ്യായം തന്നെ. ആര്? ആർക്കെതിരായിട്ട്? അത് പിന്നെ സംശയം. അടഞ്ഞ അധ്യായത്തിന് പിന്നെ പറഞ്ഞാ ഇല്ല, തുറക്കേണ്ട വരുന്നില്ല. ഒരു കാര്യമില്ല, തുറക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞാണ്, ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഞങ്ങൾക്ക് യാതൊന്നും മറച്ചു വെക്കാനില്ല. അത് ഞാൻ മിനിഞ്ഞാൽ 2-3-4 ദിവസം മുമ്പേ പറഞ്ഞു. അപ്പോൾ ഇന്നലെ കുഞ്ഞീഷ്ണൻ എടുത്ത നിലപാട്, കുഞ്ഞീഷ്ണനെ പാർട്ടി പുറത്താക്കിയതാണ്. പിന്നെ കുഞ്ഞീഷ്ണനെ പാർട്ടി പുറത്താക്കി കുഞ്ഞീഷ്ണനെ മഹത്വവൽക്കരിച്ചിട്ടാണോ സംസാരിക്കുക? വിമർശനാത്മകമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ചീത്ത പറയാനൊന്നും പോയിട്ടില്ല. നല്ല രീതിയിൽ പയ്യന്നൂരിൻ്റെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടിയോ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടിയോ ഒരു കുഞ്ഞീഷ്ണന് സാധിക്കില്ല എന്ന കൃത്യമായ കാര്യം ഞാൻ പറഞ്ഞു. അതിൻ്റെ കൂടി പ്രതികരണമാണ് ഇന്നലത്തെ സ്വീകരണ യോഗം എന്നും പറഞ്ഞു. അത്രയേ പറഞ്ഞിട്ടുള്ളൂ. വെല്ലുവിളിക്കൊന്നും അതൊന്നും ഇരട്ടുകാരനെ പോകുന്നില്ല. ആര് വെല്ലുവിളി? ആരാ വെല്ലുവിളിക്കുക? പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ഒരാൾ പിന്നെ എന്ത് വെല്ലുവിളി വിളിക്കുക? ഞങ്ങളതൊന്നും അന്വേഷിക്കാനേ പോകുന്നില്ല, അന്വേഷിക്കാൻ പോകുന്നില്ല എന്ന് മലയാളിലെ പറയുന്നു. ഏത് കണക്കെല്ലാം ഞങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല. മനസ്സില്ല പോരെ? കുഞ്ഞീഷ്ടം പറയുന്ന ചോദ്യം കൊണ്ട് പുറപ്പെട്ടിരിക്കുക ചെറിയ ആൾ. നിങ്ങൾ കുറേ കൊല്ലം നടക്കും, അത് അത്രയൊന്നും കാലം നടക്കില്ല, വളരെ ചുരുക്കം സമയം കൊണ്ട് അവസാനിക്കും. ഏതാ, ഏഷ്യാനെറ്റാണോ? അല്ലാതെ ചോദിച്ചത് റിപ്പോർട്ടറോ? ശരി, ഇല്ല, കുഞ്ഞീഷ്ടം പറയുന്നത് ചർച്ചയില്ല. കുഞ്ഞീഷ്ടൻ്റെ കണക്ക് നോക്കേണ്ട ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ലാന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായ കണക്കുണ്ട്. പിന്നെ ഇതിനാ കുഞ്ഞീഷ്ടൻ്റെ കണക്ക് നോക്കുന്നു? കുഞ്ഞീഷൻ എന്തെല്ലാം പറയാൻ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ആ കുഞ്ഞീഷൻ പറയുന്നത് ഞങ്ങളാരെങ്കിലും മുഖവിലേക്ക് എടുക്കുമോ? ഏത് കണക്ക്? പിന്നെന്താ, എല്ലാം അവതരിപ്പിച്ചതല്ലേ, പാർട്ടിക്ക് ഉടനീളം പറഞ്ഞതല്ലേ, പാർട്ടിയിൽ ഉടനീളം നമ്മൾ റിപ്പോർട്ട് ചെയ്തതല്ലേ. ഞങ്ങളുടെ കണക്കില്ലേ, ആ കണക്ക് ഞങ്ങൾ അവതരിപ്പിക്കും. അതിനെന്താ കുഴപ്പം? ജനങ്ങളുടെ മുമ്പിലും അവതരിപ്പിക്കും. പറഞ്ഞില്ലേ? പിന്നെന്താ? ജനങ്ങളുടെ മുമ്പിൽ എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്? അതുപോലെ ജനങ്ങൾ പാർട്ടി മെമ്പർമാർ മാത്രമാണോ? നമുക്ക് നോക്കാം. നിങ്ങൾക്ക് നിർദ്ദേശം ഉണ്ടോ പറയാം. പൊതുവേദിയിൽ നിന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കും. കേസ് കൊടുക്കുകയ്യ. അതാ പറഞ്ഞ കേസ്. MP ജയരാജൻ കേസ് കൊടുക്കും. എൻ്റെ പേര് പറഞ്ഞിട്ട് ഞാനും കേസ് കൊടുക്കും. പിന്നെന്താ? പൊതുവാസം പറയാൻ പുറപ്പെട്ടാൽ അതിന് കേസ് കൊടുക്കും.
ജയരാജേട്ടൻ പറഞ്ഞാലും ഗോവിന്ദ മാഷ് പറഞ്ഞാലും ആര് പറഞ്ഞാലും ഇമാതിരി തോന്നിയവാസം എന്തെങ്കിലും പത്രത്തിലോ അല്ലെങ്കിൽ ഈ പുസ്തകത്തിലോ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് കേസ് കൊടുക്കേണ്ടി വരും. പോരെ? കുഞ്ഞികൃഷ്ണൻ്റെതായ അഭിപ്രായമാണ്, അത് പാർട്ടിയുടെ അഭിപ്രായമല്ല. കുഞ്ഞികൃഷ്ണൻ പാർട്ടിയെ തിരുത്താൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടത് പാർട്ടിയെ തകർക്കാനാണ്. അത് പാർട്ടിക്കും ജനങ്ങൾക്കും അറിയാം. പാർട്ടിയെ തകർക്കാൻ ശ്രമിച്ചവരുമായി പാർട്ടി യാതൊരു സന്ധിയുമില്ല. ഇനി പാർട്ടിയെ തകർക്കാൻ ലക്ഷ്യമാക്കി എഴുതിയ പുസ്തകങ്ങൾ ആരുടെയൊക്കെ പേരുകൾ പരാമർശിച്ചാലും വ്യക്തികളല്ല പാർട്ടി, പാർട്ടിയാണ് പാർട്ടി. പാർട്ടി അംഗങ്ങൾ മാത്രമല്ല പാർട്ടി, പാർട്ടി അംഗങ്ങളോടൊപ്പം ബഹുജനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് പാർട്ടി. കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിൽ നിന്ന് വെളിയിൽ പോയിട്ട് കുഞ്ഞികൃഷ്ണൻ തന്നെ പറഞ്ഞു എന്നെ പുറത്താക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതുന്ന പുസ്തകത്തിന് പാർട്ടിയുടെ ആധികാരികതയില്ല. കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന പാർട്ടി വിരുദ്ധന്റെ പുസ്തകമാണ്. മതി കുഞ്ഞികൃഷ്ണനെ മതി. കുഞ്ഞികൃഷ്ണൻ ജയിച്ചുകൊണ്ട് ജയിക്കുന്നവർ ജയിച്ചുകൊണ്ടിരുന്നത്. കാരണം ഏഷ്യാനെറ്റിലല്ലേ, ഏഷ്യാനെറ്റിലാമാണ് സാധാ കുഞ്ഞികൃഷ്ണനെ കോടതി ചാടിച്ചത്. അത് കണക്ക് മതി. കണക്കിനെ പറ്റി പറഞ്ഞു. ഇനിയില്ല. ഇനി ഇതിന്റെ ഇത് സംബന്ധിച്ച് ഇത് സംബന്ധിച്ച് ഒരു വാര വിശദീകരണം ഉദ്ദേശിക്കുന്നു. പറഞ്ഞു ചോദിച്ചു. അത് കോൺഗ്രസ് എടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആ നിലപാട് കോൺഗ്രസ് എടുക്കുന്നില്ല, പിന്നെ കോൺഗ്രസ് ആവുമോ? കുഞ്ഞികൃഷ്ണനെ പറ്റി നിങ്ങൾ ഇങ്ങനെ ചോദിച്ചതുപോലെ KPCC പ്രസിഡന്റിനോട് നിങ്ങൾ ഇതുപോലെ ചോദിക്കുമോ? രാഹുലിനെ പറ്റി ഒരു 10 ചോദ്യം വന്നതുപോലെ ജയ്ഹിന്ദ് TVയുടെ ആള് ചോദിക്കുമോ? ചോദിക്കുമല്ലേ? ഇല്ല, അതൊന്നും ചോദിക്കണ്ട. അങ്ങനെ ചോദിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ചോദിക്കുകയും ചെയ്യില്ല. നിങ്ങൾക്കെല്ലാം നിലപാടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ നിലപാട് ഞങ്ങൾക്കെതിരാണ്.